السلام عليكم ورحمة الله والحمد لله رب العالمين الصلاة والسلام على رسول أمين وعلى آله وصحبه أجمعين. അള്ളാഹിൻ്റെ മഹത്താനുഗ്രഹം കൊണ്ട് ഒരു ഞായറാഴ്ച കൂടി അള്ളാഹിൻ്റെ മാർഗത്തിൽ ഒരുമിച്ച് കൂടാൻ കാര്യങ്ങൾ ചർച്ച ചെയ്യാനൊക്കെ സാധിച്ചു. അള്ളാഹു നമ്മളെ ഇരുത്തം ഖബൂൽ ചെയ്യുമാറാട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനയിൽ അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക ശുക്രിക ഹുസ്നി ഇബാദതിക. അതുപോലെ തന്നെ മറ്റൊരു പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നി അഊദു മിൻ സവാൽ നിഅമതിക വ തഹവ്വുലി ആഫിയതിക വ ഫുജാതി നിഖമതിക വ ജമീഇ സഖതിക. ഇതിൽ ആദ്യം പറയുന്നത് അല്ലാഹു നമുക്ക് തന്ന നിഅമത്തുകളാണ്. ഈ നിഅമത്തുകൾ നീങ്ങി പോകുമ്പോഴാണ് നമുക്ക് അല്ലാഹു തന്ന നിഅമത്തിൻ്റെ വലിപ്പം എത്രയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. രണ്ടാമതിൽ പ്രാർത്ഥന പറഞ്ഞ കാര്യമാണ് ആഫിയത്ത്. അതുപോലെ തന്നെ നിഅമത്തൊരു ആഫിയത്ത് നിഅമത്താണ്. പക്ഷെ രണ്ടാമത് പറഞ്ഞ സംഗതി ആഫിയത്താണ്. ഇന്നലെ ഞാൻ കുറച്ച് സമയം നമ്മൾ തെറാപ്പി സെൻ്ററിൽ ഇങ്ങനെ ചെന്നപ്പോൾ ഒരുപാട് പുതിയ രോഗികൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്നിപ്പോൾ അവിടെ നല്ല റഷായി നിൽക്കുന്ന ഒരു സമയമാണ്. നമ്മളെപ്പോലെ തിരക്ക് പിടിച്ച് ജീവിതം നയിച്ചിരുന്ന ആൾക്കാർ അള്ളാഹുവിൻ്റെ പ്രത്യേക ഒരു വിധിക്ക് അടിമപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ പരീക്ഷണങ്ങൾക്ക് അല്ലെങ്കിൽ ആ പരലോകം രക്ഷപ്പെടുത്താൻ വേണ്ടി അള്ളാഹു അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു നിഅമത്തായിട്ടാണ് അവർ പല ആൾക്കാരും ഇത് കാണുന്നതെന്നുള്ളതാണ്. പറയാൻ കാരണം അത്യാവശ്യം ഭൂസ്വത്തും കാര്യമൊക്കെ ഉള്ള ഒരു മനുഷ്യന്, അദ്ദേഹത്തിന് ആകെ ഒരു ആൺകുട്ടിയുള്ളൂ. ഏകദേശം ഒരു വർഷത്തോളമായി നമ്മളെ തെറാപ്പി സെൻ്ററിൽ ചികിത്സ തേടി എത്തിയിട്ടുള്ളത്. ആ കുട്ടി വന്ന സമയത്ത് നല്ല കോമ ഒരവസ്ഥയിലുണ്ടായി. ഇപ്പം കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ആ ഉമ്മയും ബാപ്പയും ആ മകന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന സമയം മാത്രമല്ല അവരുടെ ആരോഗ്യം. ഒരു കുട്ടി തന്നെ 10-22 വയസ്സായ കുട്ടിയെ പരിചരിക്കാന്ന് പറഞ്ഞാൽ നമ്മളെ ചെറിയ കുട്ടിയെ പരിചരിക്കണ മാതിരല്ല. ഒരു റെസ്പോൺസും ഇല്ലാത്ത ആ ഒരു കുട്ടിയെ പരിപാലിക്കുന്ന രംഗങ്ങൾ കണ്ടപ്പം പടച്ചവനെ നമുക്ക് അല്ലാഹു ചെയ്യുന്ന അനുഗ്രഹത്തിൻ്റെ വലിപ്പം എത്ര എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഒരു മിഷനിൽ നിന്ന് മറ്റൊരു മിഷനിലേക്ക് ആ മകനെ ആ ഉമ്മയും ഉപ്പയും കൂടിയും എടുത്ത് വീൽചെയറിൽ കടത്തി അവിടുന്ന് പിന്നെ മറ്റുള്ള മിഷനിലേക്ക് മാറ്റുന്ന രംഗങ്ങൾ ആ വാപ്പാക്കും ഉമ്മാക്കും അല്ലാഹു നല്ല ആരോഗ്യം കൊടുക്കുന്നതുകൊണ്ട് മാത്രമല്ല അത്യാവശ്യം ഭൂസ്വത്തും കാര്യമൊക്കെ ഉള്ള മനുഷ്യനിൽ നിന്ന് പിന്നെ കിട്ടുന്ന വിലക്ക് ആ സ്ഥലങ്ങൾ വിറ്റഴിച്ചുകൊണ്ട് മകൻ്റെ ചികിത്സൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചു നിൽക്കുക. നമുക്കറിയാം, കുടുംബത്തിൽ 2-3 പെൺകുട്ടികളുടെ ഇടയിൽ ഒരു ആൺകുട്ടി ഉണ്ടായാൽ ആ കുട്ടിക്ക് ആ കുടുംബം അല്ലെങ്കിൽ ആ സമൂഹം അല്ലെങ്കിൽ ആ മാതാപിതാക്കൾ നൽകുന്ന ഒരു കെയറുണ്ട്. കാരണം പരമാവധി ഒരൊറ്റ ആൺകുട്ടികളെന്ന് നൽകി അതിന് നല്ലോണം സംരക്ഷിക്കും. പക്ഷെ അങ്ങനെയുള്ള ഒരു കുട്ടിയാണ് ആക്സിഡൻറ്റിനെ പറ്റിയിട്ട് വളരെ പ്രയാസപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതൊന്നും വകവെക്കാതെ എത്രത്തോളം പറഞ്ഞാൽ വാപ്പ ആ കുട്ടീനെ വെള്ളിയാഴ്ച ജുമാക്ക് ആ വീൽചെയറിൽ കൊണ്ട് ഇരുത്തിയാൽ സദാസമയത്ത് അത് ഇരിക്കുന്ന സ്ഥലത്ത് ആ കുട്ടിയെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതിന് വീൽചെയറിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് സമയം കൊണ്ട് അതിൻ്റെ തല ഒരു ഭാഗത്തേക്ക് പോകും. അപ്പോൾ അതിനത് പ്രയാസം ഉണ്ടാക്കും. ആ സമയത്ത് അത് ഓടിച്ചെന്നിട്ട് ആ തല നേരാക്കി, അതായത് ഓൻ്റെ ഒരു പ്രയാസം ഓന് വരാത്ത രീതിയിലാണ് ആ ഉമ്മയും ബാപ്പയും നിഴല് പോലെ ആ കുട്ടീൻ്റെ കൂടെ നിൽക്കുന്നതെന്നാണ്. അപ്പം നമ്മളൊക്കെ അവസ്ഥകൾ ഇത്രയുള്ളൂ. ഏത് സമയത്താണ് നമ്മളൊക്കെ ജീവിതം മാറും അറിയാമെന്ന് അറിയില്ല. അതിൻ്റെ മുന്നെയാണ് നമുക്ക് അള്ളാഹു തന്നിട്ടുള്ള ഈ സമയം. മറ്റൊരു സാധാരണ കാണാൻ പറ്റിയത് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം അവനും വന്നിട്ട് ഒരു വർഷമായിട്ടുണ്ടാവും. ഒരു ജോലി ആവശ്യാർത്ഥം ഉള്ള ഒരു യാത്രയിൽ പെട്ടെന്ന് ട്രെയിനിൽ നിന്ന് വീണിട്ടിട്ട് നട്ടെല്ലിന് ക്ഷതം വന്ന് നമ്മളടുത്ത് വരുമ്പം വളരെ പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്ന ഒരു സഹോദരൻ അവന് ഭയങ്കര ടെൻഷനിലായിരുന്നു. പക്ഷെ ഇന്ന് അവനെ കാണുമ്പം ചിരിച്ചുകൊണ്ടല്ലാതെ അവൻ സലാം പറയാതെ വരില്ല. കാരണം അവന് ഇവിടെ വന്നപ്പോൾ ഉണ്ടായ ഒരു ചേഞ്ച്. അപ്പം ആ സഹോദരൻ ഇങ്ങനെ കിടക്കുന്നതും അതുപോലെ തന്നെ വീൽചെയറിൽ ഇരിക്കണമൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇന്നലെ ഒരു വാക്കർ പിടിച്ചിട്ട് ആ അവനിങ്ങനെ നടന്നു പോകുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി. അവൻ്റെ ഉമ്മ തൊട്ട് ബാക്കിൽ നിന്നിട്ട് അതിങ്ങനെ ആസ്വദിക്കുന്നുണ്ട്. ഈ മറ്റേ കുട്ടീൻ്റെ അവസ്ഥ പറഞ്ഞ മാതിരി തന്നെ ഈ ഉമ്മയും
അന്ന് മുതൽ നിഴൽ പോലെ ഈ മകൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവാണ്. അൽഹംദുലില്ലാഹ് ഇന്ന് അവനൊരു വാക്കറിൻ്റെ സഹായത്തോടു കൂടി വളരെ സുഖമായ രീതിയിൽ നടക്കുന്ന ഒരു അവസ്ഥയ്ക്ക് എത്തി എന്നുള്ളതാണ്. അതിങ്ങനെ കണ്ടപ്പം വല്ലാത്തൊരു സമാധാനം സന്തോഷമൊക്കെ തോന്നി. അതുകഴിഞ്ഞിട്ട് മറ്റൊരു സാഹചര്യത്തിൽ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ആ സഹോദരന് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പം ആ സഹോദരൻ പറഞ്ഞത്, ഞാൻ പിന്നെ ഒരു ടെറസിൻ്റെ മുകളിൽ വീണതാണ്. ആ സഹോദരൻ പറയാണ്, ഞാൻ വരുന്ന സമയത്ത് ഞാൻ ആംബുലൻസിലാണ് വന്നത്, കിടന്നിട്ടാണ് വന്നത്. എനിക്ക് നട്ടെല്ലിന് ക്ഷതം പറ്റിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് അപ്പോൾ ഞാൻ നടക്കാൻ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞ ആ സഹോദരൻ ഒരു ചിരി ചിരിച്ചു. നമ്മളെ തൊട്ടടുത്ത ജില്ലയിൽ നിന്നാണ് ആ സഹോദരൻ പറഞ്ഞത്, കുറച്ച് ദൂരത്തു നിന്നാണ്. അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഉള്ളൊരു ഇതിൽ ഇപ്പം നമുക്കറിയാം, നമ്മൾ ഇങ്ങനെ ചെറിയ കുട്ടികളെ പിച്ച വെക്കണമാതിരി അത് നമ്മൾ എത്രത്തോളം സൂക്ഷ്മമായി പരിശോധിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ആസ്വദിക്കുകയോ ആ രീതിയിലാണ്. ഒരു കാലത്ത് നടന്നിരുന്ന ആൾക്കാർ വീണ് പരുക്ക് പറ്റി ആ നടത്തം ഇല്ലാതായപ്പം ആ നടത്തം കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവരെ പരിചരിക്കുന്ന ആൾക്കാർ വെക്കുന്ന ഓരോ സ്റ്റെപ്പും അവർ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ രോഗിന് ആസ്വദിക്കുന്നതിനപ്പുറം കൂടെയുള്ള ആൾക്കാരാണ് ആസ്വദിക്കുന്നത്. കാരണം പടച്ചോന് ഇത് മാറിക്കിട്ടുമല്ലോ എന്നുള്ളൊരു രീതിക്ക് അവരിങ്ങനെ മാനസികമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ തെറാപ്പി സെൻ്ററിൽ വരുന്ന ഓരോ രോഗികളും പല രീതിയിൽ വരുന്ന ആൾക്കാരാണ്. മറ്റൊരു സഹോദരിക്ക് സംസാരിച്ചപ്പോൾ ആ സഹോദരി പറഞ്ഞു, എൻ്റെ ഭർത്താവ് ഗൾഫിലായിരുന്നു. അപ്പോൾ എനിക്ക് ശരിയായിട്ട് ഒരു സ്കൂളിൽ ഒരു ജോലി കിട്ടിയപ്പോൾ അദ്ദേഹം ഗൾഫ് ജീവിതം മതിയാക്കി നാട്ടിൽ വന്നു. ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങി. ഞങ്ങൾക്കൊരു 4.5 വയസ്സായ ഒരു കുട്ടിയാണുള്ളത്. അങ്ങനെയാണ് സുഖമായിട്ട് ജീവിതം വളരെ നല്ല രീതിയിൽ പോകുന്നതിൻ്റെ ഇടയിലാണ് അദ്ദേഹം ഹോട്ടൽ പൂട്ടി വരുന്ന സമയത്ത് രാത്രി 11 മണി സമയത്ത് ആക്സിഡൻ്റാണ്. ആക്സിഡൻറ്റോട് കൂടി ഒരു കോമ അവസ്ഥയിൽ വന്ന് ഒരുപാട് ഹോസ്പിറ്റലിൽ കിടന്നു. ഇപ്പം അൽഹംദുലില്ലാഹ് അദ്ദേഹത്തിന് സംസാരശേഷിയില്ല, കൈക്കും കാലിനും ചെറിയ സ്വാധീനക്കുറവുണ്ട്. പക്ഷെ ആ സഹോദരി പറഞ്ഞത്, ഈ 4.5 വയസ്സായ മകനാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കണമെന്നുള്ളതാണ്. കാരണം ആ കുട്ടി ഈ സഹോദരിയുടെ കൂടെ നഴ്സറി പോവും. ആ കുട്ടി സ്കൂളിൽ പഠിക്കുന്ന ആ കാര്യങ്ങൾ സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട് ആ ഉപ്പാനെ പഠിപ്പിക്കും. നമുക്കറിയാം, കുട്ടികളൊക്കെ കയ്യിൽ മൊബൈലാണ്. കുട്ടികൾ അതേ സമയത്തും ചിലവഴിക്കുന്ന മൊബൈലാണ്. പക്ഷെ അതിന് പകരം എന്താണോ ഓരോ ദിവസവും ആ കുട്ടി ആ സ്കൂളിൽ വെച്ച് പഠിക്കുന്നത് അത് ഉപ്പാനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഉപ്പാക്ക് പറയാൻ കഴിയില്ല. എന്നിട്ട് അവനിങ്ങനെ മുഖം പിടിച്ചിട്ട് കോട്ടി നോക്കുകയാണ്. ഇത് ഇങ്ങനെ കോട്ടി കൊടുത്തെങ്കിലും ഇപ്പം സംസാരിക്കുമെന്നുള്ളത്. അപ്പം ആ സഹോദരി പറയുന്നത്, ഓനാണ് ഞങ്ങൾ ജീവിതം മാറ്റിമറിച്ചത്, അല്ലെങ്കിൽ ഞങ്ങൾ ആ രീതിയിൽ ജീവിച്ചിരുന്ന ആൾക്കാരാണ്. അങ്ങനെ കുറേ പേര് ഇപ്പോൾ വേറെ സെൻറ്ററിൽ നാട്ടിലൂടെ തെറാപ്പി ചെയ്തിട്ട് അവിടെ ഒരക്ഷരം ഞാൻ എന്നുള്ളൊരു അക്ഷരം മാത്രമാണ് അന്ന് ഉച്ചരിക്കാൻ കഴിഞ്ഞതെന്നുള്ളതാണ്. അൽഹംദുലില്ലാഹ് അവിടെ വന്ന് ഇന്നലെ ഞാൻ അള്ളാഹുമ്മ ശിഫയാക്കട്ടെ എന്ന് പറഞ്ഞ മൂപ്പര് ആമീന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ ആ സഹോദരി വരെയാണ് നല്ല മാറ്റമാണ്. വലിയ പ്രതീക്ഷയിലാണ്. കാരണം മൂപ്പരെ സംബന്ധിച്ചിടത്തോളം അധികമൊന്നും മൂപ്പർക്ക് സംസാരിക്കാൻ, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പക്ഷേ സംസാരശേഷി നമ്മൾ നഷ്ടപ്പെട്ട ഒരാൾക്ക്, കണ്ണാണാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ കണ്ണാണിൻ്റെ പ്രയാസം അയാൾക്ക് അനുഭവിക്കാത്ത എന്താണെന്ന് വെച്ചാൽ അത്ര ആൾക്കാർ നല്ലോണം സംസാരിക്കും. ആ സംസാരത്തോടു കൂടി കണ്ണിൻ്റെ കാഴ്ചക്കമ്മയിൽ അറിയണില്ല എന്നുള്ളത്. നേരെ വെച്ച് കണ്ണാടിൻ്റെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ഭൂലോകത്തുള്ള എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കണം. സ്വന്തം ഭാര്യയും മക്കളെയും കുടുംബത്തിനെയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കണം. പക്ഷെ ഒരു അക്ഷരം ഉരയാടാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ അതിൻ്റെ പ്രയാസം ഏതാണ് കൂടുതൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കൽ. സംസാരിക്കാൻ കഴിയാനുള്ള ആ ശക്തി നമുക്ക് അള്ളാഹു എടുത്തു മാറ്റുമ്പോൾ. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ആ ഒരു പ്രാർത്ഥനയിൽ അള്ളാഹു നമുക്ക് തന്ന നിയമത്തുകൾ അത് നീങ്ങിപ്പോകുന്നത് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞത്. ഏത് നിയമത്താണ് നീങ്ങിപ്പോയ, പക്ഷേ നമുക്ക് ഏത് നീങ്ങുമ്പോഴും പ്രയാസങ്ങൾ അനുഭവിക്കും. നമ്മളെ സംസാരശേഷി എന്നുള്ള ഒരു സംഗതി, കമ്മ്യൂണിക്കേഷൻ, അത് നിന്ന് പോകുമ്പം മനുഷ്യന് മാനസികമായിട്ട് ഒരുപാട് സമ്മർദ്ദങ്ങളും പ്രയാസങ്ങളൊക്കെ വരുന്നതായിട്ടാണ് നമുക്കിന് ബോധ്യപ്പെടുക എന്നുള്ളത്. ഈ സഹോദരന് പറഞ്ഞാൽ സംസാരിക്കാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ ചിരിച്ചിട്ടാണ് മൂപ്പര് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുള്ളതാണ്. അത് എന്ത് പറഞ്ഞാലും മൂപ്പർക്ക് ചിരിയാണ് വരിക.
പക്ഷെ അത് എന്തെന്ന് വെച്ചാൽ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തൊരു അവസ്ഥ എന്നുള്ളതാണ് ആ ഒരു ചിരി എന്ന് പറഞ്ഞത്. അള്ളാഹു നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കുമാറാട്ടെ. മറ്റൊരു സഹോദരൻ പറഞ്ഞത്, എനിക്ക് സ്ട്രോക്ക് വന്നു, കുറച്ചു കാലം ഞാൻ മറ്റൊരു സെൻറ്ററിൽ ഇങ്ങനെ പോയപ്പം 600 രൂപ എനിക്കൊരു ദിവസത്തെ ചിലവ്. അതന്നെ 10-15 മിനിറ്റ് മാത്രമാണ്. ഭയങ്കര തിരക്കുള്ള ഒരു സെൻറ്ററാണ്, പ്രൈവറ്റായിട്ട് നടക്കുന്ന സ്ഥാപനമാണ്. അവിടെ നിന്ന് നമ്മൾ കുറച്ച് ചെയ്യുമ്പോഴത്തേന് നമ്മളെ അവിടുന്ന് മാറ്റും. അപ്പം നമുക്ക് ഒന്നും കണ്ടിന്യൂ ചെയ്യില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് മിഷന്മേ കയറിയാൽ അടുത്ത ആൾ വരണേ വരെ ചെയ്യുക. അതല്ലെങ്കിൽ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ യഥേഷ്ടം നമുക്കിത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ വരുന്ന സമയത്ത് എനിക്ക് സംസാരത്തിന് പ്രശ്നമുണ്ടേന്, നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അൽഹംദുലില്ലാ ഇപ്പം എനിക്ക് അദ്ദേഹം പറഞ്ഞത് ഈ സംസാരത്തിന് പ്രയാസം ഉണ്ടായതുകൊണ്ട് നിസ്കരിക്കുന്ന സമയത്തൊക്കെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് വരെ പ്രയാസം. കാരണം ചില അക്ഷരങ്ങളൊക്കെ ഞാൻ അറിയാതെ ഉച്ചത്തിലായി പോകുമ്പോൾ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ നിസ്കരിക്കുന്ന ആൾക്കാരെ പ്രയാസമുള്ള ഒരു അവസ്ഥയാണ്. അൽഹംദുലില്ലാ അന്ന് അതൊക്കെ മാറി 90% ഇന്ന് എൻ്റെ അസുഖം മാറിയിട്ടുണ്ട്. ഇവിടെ വരുന്ന ഓരോ ആൾക്കാർക്കുള്ള അവസ്ഥ ദൈനംദിനം ഇങ്ങനെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹു ആരൊക്കെയാണ് ഇതിന് പിന്നിൽ നമുക്കറിയില്ല, നിങ്ങളെ കുറച്ച് ആൾക്കാരൊക്കെ വന്ന് പോണ കാണാമെന്നല്ലാതെ അറിയില്ല. ഏതായാലും അള്ളാഹു ഈ ഒരു സംവിധാനം നിലനിർത്തുമാറാവട്ടെ. കാരണം നമ്മളെ പോലത്തെ ഒരുപാട് ആൾക്കാർക്ക്, ഞാനൊക്കെ ഈ 600 രൂപ മുടക്കി പോയിട്ട് ഞാനിനി നിർത്തുകയാണ്, ഇനി ഏതായാലും എൻ്റെ ജീവിതം ഇങ്ങനെ അവസാനിക്കും എന്ന് ഉറപ്പിച്ചിരുന്നൊരു സമയത്താണ് ഈ ഒരു സെൻറ്ററിനെ പറ്റി കേൾക്കാൻ പറ്റിയത്. അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെടുന്നത്. അൽഹംദുലില്ലാ ഇവിടെ വന്നതിന് ശേഷം വളരെ സമാധാനമാണ്. മാത്രമല്ല 5 വക്ത് നിസ്കാരം, അതുപോലെ തന്നെ ഇവിടുത്തെ ക്ലാസ്സുകൾ, ഇവിടുത്തെ കുത്തുബകളൊക്കെ ജീവിതത്തിൽ ജീവിക്കണം. എങ്ങനെയായാലും വേണ്ടില്ല, ആരോഗ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളിതൊക്കെ ശ്രമിച്ച് മുന്നോട്ട് പോവാണ്. നമുക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്ത സ്വർഗം നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വലിയൊരു പ്രതീക്ഷ നൽകുന്ന രീതിയിലാണ് ഇവിടുത്തെ ക്ലാസ്സുകളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് എല്ലാ നിലക്കും ഒരു പക്ഷേ അള്ളാഹു രോഗം തന്നെ നന്നായി എന്നുള്ള രീതിയിലാണ് അവരൊക്കെ സംസാരിക്കണം എന്നുള്ളത്. അപ്പോൾ സഹോദരന്മാരെ, നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് പോയി നോക്കിയാൽ നമുക്ക് അള്ളാഹു ചെയ്യുന്ന അനുഗ്രഹത്തിൻ്റെ വലിപ്പം എത്രയെന്നും അത് നമ്മളെന്നുള്ള എടുത്തു മാറ്റിയാൽ ഒരു പക്ഷേ നമുക്ക് എന്തായിരിക്കും നമ്മളെ പര്യവസാനം എന്ന് നമുക്കറിയില്ല. പക്ഷെ അവിടെയൊക്കെ ഉള്ള ആൾക്കാർ അവരൊക്കെ ഓരോ നിമിഷവും പലരും തെറാപ്പി ചെയ്യുമ്പോൾ ഇങ്ങനെ ദിക്ർ ചൊല്ലിക്കൊണ്ടാണ് പല ആൾക്കാരും തെറാപ്പി ചെയ്തുകൊണ്ടത്. കാരണം അതൊക്കെയുള്ള അവിടെയുള്ള ആൾക്കാർ, അത് തെറാപ്പിസ്റ്റുകളൊക്കെ ദീനായിട്ട് ബന്ധമുള്ള ആൾക്കാരെ, അതുകൊണ്ടാണ് ഈ രീതിയിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യാനും അവർ ആ രീതിയിലൊക്കെ ഇത് ചെയ്യാനും കഴിയുന്നതാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് അവർ പ്രാർത്ഥികമാക്കുന്നുണ്ട്. അവിടെ എന്ത് പറഞ്ഞാലും ജമാഅത്തിൻ്റെ കാര്യങ്ങളായാലും ദിക്റിൻ്റെ കാര്യങ്ങളായാലും ഒക്കെ അവർക്ക് പറഞ്ഞു കൊടുത്താൽ അവർക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കിടയിലും അവർക്ക് അതൊക്കെ പ്രാർത്ഥിക്കാക്കാൻ കഴിയുന്നുണ്ട് എന്ന് പല ആൾക്കാരും പങ്കുവച്ചു. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ സെൻറ്ററിനെ ഖിയാമത്ത് നാളെ നിലനിർത്തുകയും അള്ളാഹിൻ്റെ ദീന് പറഞ്ഞു കൊടുക്കുന്ന കേന്ദ്രമായി എന്നും അത് നിലനിർത്താനും അത് മുഖേന നമുക്കും അവിടെ വരുന്ന ഓരോരുത്തർക്കും അള്ളാഹു ഹിദായത്ത് നിലനിർത്തി മുന്നോട്ട് പോകാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമ്മളെ ഇരുത്തം കബൂൽ ചെയ്യാറുമാറട്ടെ. അള്ളാഹു നമ്മൾ വന്നു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഇട്ടുകൊടുത്ത് മാഫാക്കി തരുമാറാവട്ടെ. പരിശുദ്ധ റമളാനിൽ നമ്മൾ ആർജിച്ചെടുത്ത ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്, അമലുകളുണ്ട്. അള്ളാഹു അതൊക്കെ മരണം വരെ നിലനിർത്തി മുന്നോട്ട് പോകാനും പരിശുദ്ധ റമളാനിൽ നമ്മൾ അനുസരിച്ച് നോമ്പ്, അതുപോലെ തന്നെ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു പൂർണ്ണമായും എല്ലാ അപാകതകളും പരിഹരിച്ചുകൊണ്ട് അത് സ്വീകരിക്കാനും അടുത്ത റമളാനിൽ നമുക്ക് അള്ളാഹു ആയുസ്സിനെ തരാനും അമ്മ ചെയ്യാനൊക്കെ ഉള്ള തൗഫീഖ് തന്നെ അനുഗ്രഹിക്കുമാറാട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.